കെട്ടിലും മട്ടിലും മാറാൻ തലസ്ഥാന നഗരം ഒരുങ്ങുന്നത് കാത്തിരുന്ന പദ്ധതി. അതെ, കേരളം വികസനത്തിൽ കുതിക്കുകയാണ്. സമഗ്ര മേഖലയിലും ദിനംപ്രതി കേരളം കുതിക്കുക തന്നെയാണ്. ഇപ്പോഴിതാ തിരുവനന്തപുരം വമ്പൻ പദ്ധതികൾക്കൊരുങ്ങുകയാണ്. എന്താണ് പദ്ധതി? ആരാണ് പദ്ധതി നടപ്പിലാക്കുന്നത്? തലസ്ഥാന നഗര വികസനത്തെ ഏതൊക്കെ തരത്തിൽ ഇത് ബാധിക്കും എന്നതൊക്കെ വിശദമായി തന്നെ പരിശോധിക്കാം. പുതുവത്സരത്തിൽ പുതുമോടിയോടെ പുത്തനാകാൻ ഒരുങ്ങുകയാണ് ശംഖുമുഖം ബീച്ച്. ഇതോടെ മാനവീയം വേദി കഴിഞ്ഞാൽ നഗരത്തിലെ രണ്ടാമത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമായി ശംഖുമുഖം മാറും. ഇപ്പോഴും ബീച്ചിൽ ജനത്തിരക്ക് ഏറെയാണ്. കടലേറ്റം കുറഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ സ്ഥലം ബീച്ചിനായിട്ടുണ്ട്. നവീകരണങ്ങൾക്കൊക്കെ തന്നെ ശേഷം ശംഖുമുഖം ബീച്ച് ജനുവരിയിൽ തന്നെ ആരംഭിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഫുഡ് സ്ട്രീറ്റ് ആണ് പ്രധാന ആകർഷണമായി വരുന്നത്. നിർമ്മിതി കേന്ദ്രത്തിനാണ് ഫുഡ് സ്ട്രീറ്റ് നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത്. ഇവിടെയുള്ള 40 വഴിയോര കച്ചവടക്കാരെയാണ് പുനരധിവസിപ്പിക്കുന്നത്. ഇവർക്കായുള്ള കടകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കടകൾക്ക് ഒറ്റ നിറം നൽകാനാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന നഗരസഭ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നഗരസഭയും സ്മാർട്ട് സിറ്റിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി കച്ചവടക്കാരുടെ സംയുക്ത യോഗവും ചേർന്നുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്നത് നഗരസഭയും സ്മാർട്ട് സിറ്റിയും ചേർന്നെന്ന് എടുത്തു പറഞ്ഞല്ലോ. ഇനി മാലിന്യ സംസ്കരണത്തിന് പുതിയ പദ്ധതി. ദിനംപ്രതി 500 കിലോയോളം മാലിന്യം ഉണ്ടാകുന്ന ബീച്ചിൽ മാലിന്യം സംസ്കരണത്തിന് പുതിയ പദ്ധതി സജ്ജീകരിച്ചു കഴിഞ്ഞു. ആഹാരാവശിഷ്ടങ്ങൾ വളമാക്കി മാറ്റുന്ന കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ബീച്ചിലെ സുനാമി പാർക്കിലെ കെട്ടിടത്തിലാണ് സംസ്കരണ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതേസമയം മാലിന്യങ്ങൾ ഈ മെഷീനിലേക്ക് തള്ളും. മെഷീനുള്ളിൽ വെച്ചത് കഷ്ണങ്ങളാകും. തുടർന്ന് സംസ്കരണ പ്രക്രിയയ്ക്ക് വിധേയമായി പുറത്തു വരും. ആഹാര മാലിന്യത്തിലെ വെള്ളം വേറെ വഴിയും പുറത്തു വരും. ചണ്ടിയായി പുറത്തു വരുന്നതിൽ ഇനോക്കുലം കൂട്ടിച്ചേർത്ത് 10 ദിവസം വയ്ക്കുമ്പോൾ വളമായി മാറും. ഇത് വിൽപ്പനയ്ക്കോ മറ്റോ ഉപയോഗിക്കും. ഇതിന്റെ പ്രവർത്തനവും ജനുവരിയിൽ ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത്. ഫുഡ് സ്ട്രീറ്റിലായിക്കോട്ടെ കമാനം മുതൽ വഴിവിളക്കുകളുണ്ട്, വൈദ്യുത അലങ്കാരമുണ്ട്, സ്മാർട്ട് ബിന്നുകൾ, മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ, ഇരിപ്പിടങ്ങൾ ആകർഷണീയമായ നിറത്തിലും രൂപത്തിലും വലുപ്പത്തിലുമുള്ളതായിരിക്കണം ഓരോ സ്റ്റാളും തയ്യാറാക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. നൈറ്റ് ലൈഫ് യാഥാർത്ഥ്യമായാൽ ബീച്ച് ഗെയിംസ്, ബീച്ച് കേന്ദ്രീകരിച്ച് സാംസ്കാരിക മാളുകൾ എന്നിവയും സംഘടിപ്പിക്കുന്നത് പരിഗണനയിലാണ്. പ്രതീക്ഷിക്കുന്ന ചെലവ് 2.75 കോടി രൂപയോളമാണ്. ഇത്തരത്തിൽ കേരളത്തിലോട്ടെത്തുന്ന വിനോദസഞ്ചാരികളും കേരളത്തിലെ തന്നെ മറ്റ് ജില്ലക്കാരും ഉറ്റുനോക്കുന്ന 2 പ്രധാന ജില്ലകളാണ് കൊച്ചിയും തിരുവനന്തപുരവും. ഈ 2 ജില്ലകൾ ടച്ച് ചെയ്യാതെ കേരളത്തിൽ എത്തുന്നവരുടെ മനസ്സ് നിറയില്ല എന്നത് തീർച്ചയാണ്. തലസ്ഥാനത്തിന് അടിമുടി വികസനമാണ് ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിലൂടെ തിരുവനന്തപുരം ലോക പ്രശസ്തമാകുകയാണ്. അതേസമയം ഗതാഗതത്തിനായി ഏറെയും പേർ ആശ്രയിക്കുന്നത് KSRTCയെ തന്നെയാണല്ലേ. ഇപ്പോഴിതാ KSRTC ബസ്സുകൾ കഴുകി വൃത്തിയാക്കാനായി യന്ത്ര സംവിധാനം ആയിട്ടുണ്ട്. തിരുവനന്തപുരം പാപ്പനംകോട് ഡിപ്പോയിലാണ് ആദ്യ യന്ത്രവൽകൃത ബസ് കഴുകാൻ യൂണിറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയിരിക്കുന്നത്. സെൻട്രൽ ഡിപ്പോയിലെ ദീർഘദൂര ബസ്സുകളാണ് കഴുകുന്നത്. സെൻട്രൽ ഡിപ്പോയിൽ വെള്ളം കിട്ടില്ലെന്ന് കണ്ടതോടെയാണ് പദ്ധതി തൊട്ടടുത്ത പാപ്പനംകോട് ഡിപ്പോയിലേക്ക് മാറ്റാൻ തീരുമാനമായത്. 1.5 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഈ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഇത്തരത്തിൽ വിനോദസഞ്ചാരികളുടെ കേന്ദ്രമായ തലസ്ഥാന നഗരിയെ മോടി പിടിപ്പിക്കാനും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുമാണ് ഇത്തരം പരിപാടികൾ ആവിഷ്കരിക്കുന്നത്. ഇപ്പോഴിതാ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറാൻ തക്കവണ്ണമുള്ള പദ്ധതികളാണ് കേരളക്കരെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ പ്രതീക്ഷകൾ മങ്ങാതെ വികസനം സാധ്യമാകാൻ ജനങ്ങളാൽ കഴിയും വിധം ഒപ്പം നിൽക്കാൻ ഓരോ പൗരനും മുൻകൈയെടുക്കേണ്ടത് അത്യാവശ്യമാണ്.